രാഷ്ട്രീയ വിജയമാണ്. നിലമ്പൂരിലെ പ്രത്യേകത എന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ട് ജനങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു, മനസ്സിലാക്കി, അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്തു. UDFിൻ്റെ രാഷ്ട്രീയ വിജയമാണ്. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കുള്ള നല്ലൊരു ചൂണ്ടുപലക കൂടിയാണ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം. മറ്റു പലരും ഇതിൻ്റെ ഇത് അവകാശപ്പെടും. കാരണം പല മുന്നണികളുടെ പേരൊക്കെ പറഞ്ഞിരുന്നു. വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ സ്വാഭാവികം UDF മൗനസമ്മതം ഉണ്ടായിരുന്നു. നിലമ്പൂർ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയം മാത്രം പറഞ്ഞിട്ടാണ് വോട്ട് നേടിയിട്ടുള്ളത്. അത് ഇന്നത്തെ ഭരണവിരുദ്ധ വികാരം അതിന് കാരണമായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം അവിടെ നന്നായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ UDFിൻ്റെ ഭരണം കേരളത്തിൽ തിരിച്ചു വരണം എന്ന് കേരള ജനത ആഗ്രഹിക്കുന്നുണ്ട്. നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിനെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളല്ല, കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ളൊരു വിജയത്താണ് നിലമ്പൂരിൽ നമുക്ക് കണ്ടത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള നല്ല ഒരു മുന്നേറ്റം ഞങ്ങൾക്ക് നിലമ്പൂരിലെ വിജയത്തിലൂടെ നടത്താൻ കഴിയും. ലീഗിൻ്റെ ഒരു വളരെ സജീവത ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകരെക്കാളും ലീഗായിരുന്നു അവിടെ വളരെ സജീവമായി ഇടപെട്ടിരുന്ന എല്ലാ മേഖലകളിലും. അതെ, അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും വളരെ ഒറ്റക്കെട്ടായിട്ട് തന്നെ, ഐക്യ ജനാധിപത്യത്തിലൂടെ ഘടകകക്ഷികളൊക്കെ വളരെ ഒറ്റക്കെട്ടായിട്ട് അവിടെ പ്രവർത്തിച്ചു. ചിലപ്പോഴൊക്കെ നിലമ്പൂരിലും അതുപോലെ പ്രദേശങ്ങളിലൊക്കെ UDF തമ്മിൽ അസാരസ്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം തൊട്ട് തന്നെ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കെട്ടുറപ്പോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് കാലക്കൂട്ടി തന്നെ അവിടെ കൺവെൻഷനുകളും അതുപോലെ തന്നെ വോട്ടർമാർ ചേർക്കുന്ന കാര്യത്തിലൊക്കെ വളരെ മുൻപന്തിയിലായിരുന്നു. കോൺഗ്രസ് മുസ്ലിം ലീഗും വളരെ നല്ല ഒരൊറ്റക്കെട്ടായ സഹകരണം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിജയമാണ് അവിടെ ഉള്ളത്. ഈ പരിഭവങ്ങൾ പൂർണ്ണമായി തെരഞ്ഞെടുപ്പോടെ മാറിയെന്ന് കൂടെ പറയാമല്ലോ. ആര്യാടൻ ഷൗക്കത്തും അല്ലെങ്കിൽ ആര്യാടൻ കുടുംബമായിട്ടുള്ള അങ്ങനെയും കൂടെ ഉണ്ടല്ലോ ലീഗിന്. പരിഭവങ്ങൾ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നവരല്ല നമ്മളൊന്നും. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ മാറി മാറി വരും. അതിനനുസരിച്ചമായിട്ട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്ത് അതിനെ ഒരു വൈകാരികമായിട്ട് കാണുന്ന പതിവൊന്നും ഞങ്ങൾക്കില്ല. തീർച്ചയായും ഒരു രാഷ്ട്രീയ വിജയമാണ് നിലമ്പൂരിലേത്, അതിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയമായിട്ട് വളരെ സജീവമായി UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ വിജയം നേടി. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി മുന്നോടിയായിട്ടുള്ള വിജയമാണ്. ഈ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ്. UDFിൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ വിജയമാണെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വളരെ ശ്രദ്ധേയമായ പ്രതികരണം തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയിരിക്കുന്നത്.